ഷെയ്ത്താൻ, ഡേവിഡ് എന്നീ ബോളിവുഡ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ മലയാളിയായ സംവിധായകൻ ബിജോയ് നമ്പ്യാർ മലയാളത്തിൽ ചിത്രമൊരുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതു മുതൽ ആരാധകർ പ്രതീക്ഷയിലായിരുന്നു. ചിത്രത്തിലെ നായകൻ ദുൽഖർ സൽമാനാണ് എന്നുകൂടി അറിഞ്ഞതോടെ ചിത്രം തലക്കെട്ടുകളിൽ ഇടം നേടി. സോളോ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു. ദുൽഖറും ബിജോയും സിനിമയിലെ മറ്റ് താരങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭാഷയായ മലയാളത്തിൽ ഒരു ചിത്രം ചെയ്യുക എന്ന തൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സോളോയിലൂടെ പൂവണിയാൻ പോകുന്നതെന്നും ബിജോയ് പറയുന്നു. ബിജോയിയുടെ തന്നെ നിർമ്മാണ കമ്പനിയായ വീക്കെൻഡ് പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഥയായിരിക്കും സോളോ എന്ന് സംവിധായകൻ തന്നെ സാക്ഷ്യം പറയുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ബോളിവുഡ് സിനിമകൾക്ക് നവീന മുഖം പകർന്ന സൈത്താനും തമിഴിലും ഹിന്ദിയിലും ഏറെ പ്രശംസ നേടിയ ഡേവിഡും ഒരുക്കിയ ബിജോയ് നമ്പ്യാർ മലയാള സിനിമയ്ക്ക് പുതുക്കാഴ്ചകൾ പകരും എന്ന് തന്നെയാണ് കരുതുന്നത്. അമിതാഭ് ബച്ചനെയും ഫർഹാൻ അക്തറിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച വസീറാണ് ബിജോയുടെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. സോളോ അടുത്ത വർഷം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുൽഖർ സൽമാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യൻ അന്തിക്കാടിൻ്റെ ചോമോൻ്റെ സുവിശേഷങ്ങളുടെ തിരക്കിലാണ് ദുൽഖർ സൽമാൻ. അമൽ നീരത്തിൻ്റെ പേരിടാത്ത ചിത്രം DQൻ്റെ മറ്റൊരു ചിത്രമാണ്.